വെൽക്കം ബാക്ക് ടു ഷൈഷ് യൂട്യൂബ് ചാനൽ. നിങ്ങൾക്കൊക്കെ സുഖമാണോ? എനിക്ക് സുഖാട്ടോ. ഇന്നത്തെ വീഡിയോ ഞാൻ ആമസോണിൽ നിന്നും അതേപോലെ തന്നെ മീഷോന്നും ഓർഡർ ചെയ്ത കുറച്ച് പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം അല്ലേ ഗൈസ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള വീഡിയോ അടിച്ചു പൊട്ടിക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ താഴത്തെ ലിങ്കിൻ്റെ അതിൽ കയറി ഉറപ്പായിട്ട് ഫോളോ ചെയ്യണേ. ഞാനിങ്ങനെ എപ്പോഴും പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലെ. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഞാൻ എടുക്കാൻ പോവാണ്. ഫസ്റ്റ് തന്നെ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്, കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഇത് മീഷോ ആണ്. ഇത് ഒരു ബോക്സ് ലൈനിങ്ങൊക്കെ ഞാൻ പൊട്ടിച്ചതാണ്. ഇതിൻ്റെ താത്തയ്ക്ക് വാങ്ങി തന്നാണ്. എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി പൊതുപരീക്ഷയിൽ. അപ്പം എൻ്റെ താത്ത വാങ്ങി തന്ന കുറച്ച് പ്രൊഡക്റ്റും അല്ലാതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ സ്പ്രേ, വുമൺ പറഞ്ഞിട്ടുള്ളൊരു സ്പ്രേ ആണ്. വുമൺ ആയില്ല ഗൈസ്. എടുത്ത് പറയൽ ഇതിൻ്റെ സ്മെല്ലാണ് ഗൈസ്. അടിപൊളി സ്മെല്ലാണ്. അധികം ഒന്ന് കുത്തുന്ന സ്മെല്ലല്ല, നല്ലൊരു കാം ആയിട്ടുള്ളൊരു സ്മെല്ലാട്ടോ. കണ്ടോ, എൻ്റെ ഫേവറേറ്റ് കളർ പിങ്ക്. ഗൈസ് ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവരൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇതിൻ്റെ പ്രൈസ് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. നല്ല മണമുണ്ട് കേട്ടോ, നല്ല സ്മെല്ലാണ്. കണ്ടോ, ലിങ്ക് താഴത്തുണ്ട്. എൻ്റെ എത്താത്ത വാങ്ങി തന്നോണ്ട് ഇതിൻ്റെ ലിങ്ക് ഒന്നും അല്ല, സോറി, ഇതിൻ്റെ പ്രൈസ് ഒന്നും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. നെക്സ്റ്റ് ഐറ്റം ഷാമ്പു. ഡോവിൻ്റെ ഒരു ഡാമേജ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷാമ്പു ആണ്. ഇത് അടിപൊളിയാണ്. നമ്മളില്ലേ ഇത് ഗിൽറ്റർ പോലെയാണ്. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് മുടി ഡ്രൈ ആയി വരുമ്പോൾ നല്ല എന്താ പറയുക, നല്ല ഇങ്ങനെ ഗ്ലേസിങ് ഒക്കെ ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് വരും കേട്ടോ. ജസ്റ്റ് കാണിച്ചു തരാം. ഇതിങ്ങനെയാണ് ഇത് യൂസ് ആക്കുക. കണ്ട, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കാണുമ്പോൾ മനസ്സിലായിട്ടാണ്. നല്ല ഗിൽറ്ററി ആയിട്ടാണ്. കണ്ട, നല്ല സോഫ്റ്റി. കണ്ട, ആ ഗ്ലേസിങ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് കാണിക്കുന്നത് ഈ സംഭവമാണ്. ഈ സംഭവം ഇൻസ്റ്റയിലൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. സംഭവമല്ല, ലിപ്സ്റ്റിക്കാണിത്. ഒരു കാലത്ത് ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ട്രെൻഡ് ചെയ്യുന്നു കേട്ടോ. നല്ല ജെല്ലി ടൈപ്പിൽ വരുന്ന ഒരു സംഭവമാണ് ഷീഗാം ഫ്ലവർ. ഇതൊക്കെ എൻ്റെ എത്താത്ത വാങ്ങി തന്നുള്ള പ്രൈസ് എനിക്കറിയില്ല. നമുക്കൊന്ന് പൊട്ടിക്കല്ല, ട്രൈ ചെയ്ത് നോക്കാം. ഓൾറെഡി ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കേട്ടോ. മറ്റേ ഞാനില്ലേ ഇത് ഇങ്ങനെ കോയിൽ ഇരിക്കുന്നത് എന്താ വെച്ചാലും മറ്റേ കുത്തിയിട്ട് ഇങ്ങനെ ജെല്ലി പോലെ ആയിട്ട് വാട്ടറി പോലെ ആവുമല്ലോ. ഞാൻ ചെയ്ത് നോക്കിയതാണ്, മൊത്തത്തിൽ ഫ്ലോപ്പായി പോയിട്ട്. ഇത് പെട്ടെന്ന് ഇങ്ങനെ ഇവിടേക്കൊക്കെ കണ്ടോ. ഇതിൻ്റെ കോയ നോക്കുക ഗൈസ്, കണ്ടതാണ് അവസ്ഥ. ഒന്ന് ഇവിടെ തൊട്ട് പിന്നെ ഇവിടെ തൊടുമ്പോൾ ഇവിടെ ആവും, ആ കൈ കൊണ്ട് ഇവിടെ തൊട്ട് പിന്നെ ആവും. അങ്ങനത്തെ ഒരു കഥയാണ്. ഇത് കുറച്ചിട്ട് തന്നെ ഭയങ്കര ഓവറായിട്ട് തോന്നും കേട്ടോ കളറ്. ബട്ട് ഇത് ബ്ലഷൊക്കെ ആക്കി യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. നല്ല അടിപൊളി സംഭവം കേട്ടോ. ഇതിനൊക്കെ ലിങ്ക് ഉണ്ടാവും കേട്ടോ ഗൈസ്, ചെക്കൗട്ട് ചെയ്യാ. കണ്ടോ, ഇതിടുമ്പോ ഫേസ് തന്നെ ഒരു തിളക്കാണ്. എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ ഇതിൻ്റെ ആ ഒരു പാക്കേജ് ഒക്കെ ഗൈസ്. പാക്കേജ് വാവ്, നല്ലൊരു പ്രിൻട്രസ്റ്റ് ആയിട്ട് അവർ ഇത് ഇതാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ കുറച്ച് ലിപ് ഗ്ലോസ് ആണ് കാണിച്ചു തരുന്നത്. ഇൻ്റെതും എൻ്റെ സിസ്റ്റർ ഐശ്വര്യൻ്റെതും ഉണ്ട് കേട്ടോ അതിൽ. ഇതൊക്കെ എൻ്റെ താത്ത വാങ്ങി തന്നതാണ്. ഇത് രണ്ടും നമ്മൾ ഓർഡർ ചെയ്തതാട്ടോ.
ഞാൻ ഓർഡർ ചെയ്തതാണ് എനിക്ക് ഐഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ്സ് ലിപ്പിൽ വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിങ്കിഷ് ആയിട്ടിരിക്കും, നാച്ചുറൽ പിങ്ക് ആയിട്ട് നമുക്ക് തോന്നും കേട്ടോ. ഇത് നല്ല തിളങ്ങുന്നുണ്ടല്ല, നല്ല ഗ്ലിറ്ററി ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ കളർ ചേഞ്ചിൽ ഒരു പേർപ്പിൾ കളറാണ്. പേർപ്പിൾ അടിപൊളിയാണ് കേട്ടോ. കുറച്ച് നേരത്തെക്കാട്ടും ഇതൊന്നും കൂടി പിങ്കിഷ് ആയിട്ടില്ലേ, അതങ്ങനെ ഇങ്ങനെ പിങ്കിഷ് ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ. പിന്നെ ഇത് രണ്ടും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല 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 ഇഷ്ടപ്പെട്ടു. ഇത് ഐഷുൻ്റെതും ഇത് ഇന്റേതുമാണ്. ഇതൊരു ജാറാണ്. ഇതെന്താ പറയാ, ജ്യൂസ് മഗോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. ഇത് മൂന്നും ലൈക്ക് ഒരു ഐസ്ക്രീമിന്റെ ഒരു തീമിലാണ് അറേഞ്ച് ചെയ്തത്. ഇത് മൂന്നും ഐസ്ക്രീമാണ്. ഇത് ഐസ്ക്രീം കേട്ടോ, ഐസ്ക്രീം. പിന്നെ ജ്യൂസിന്റെ ജാർ, ഇതിൻ്റെതാട്ടോ. ഇത് അടിപൊളിയാണ്. ഇത് വേഗം ഷെയ്ഡാവും. ഇത് കുറച്ച് ലൈറ്റ് ആണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലേ. ഇത് എങ്ങനെ തുറക്കുക വെച്ചാൽ ഇവിടെ അല്ല തുറക്കുക, ഇവിടെയാണ് തുറക്കുക. ഇത് ഐഷു ഇവിടെ കണ്ണിഷൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങൾ നെവർ മൈൻഡ്. നല്ല ക്യൂട്ട്, അടിപൊളിയായിട്ടാ കേട്ടോ. ലിങ്ക് താഴത്തുണ്ടാവും. ഇത് മീഷോന്നും ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരൈറ്റായിരുന്നുള്ള തോന്നുന്നുണ്ട് കേട്ടോ. ഇതിൽ മൊത്തം എൻ്റെ ലിപ് ഗ്ലോസ് കളക്ഷൻസ് ആണ്. ആൻഡ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ള ഈ ഒരു ഇതും അങ്ങോട്ട് മാറ്റി വെക്കട്ടെ. ഇതും ഈ ഒരു 4 items. നെക്സ്റ്റ് ഇതാ ഈ ഒരു ലൈറ്റാണ്. ഇപ്പോഴല്ല, ട്രെൻഡിങ് ആയിരുന്നു ഈ ലൈറ്റ് ഒരു സമയത്ത്. ഇതാണ്ടോ, നല്ല അടിപൊളി ഫിനിഷിങ് തരും കേട്ടോ നമ്മളെ ഫേസിന്. എത്ര ഇത് വേണ്ടോ. ഇപ്പോൾ ഇത് ലൈറ്റിങ് ഇല്ലാതാണ്. ഈ ലൈറ്റിങ്ങിന് വെക്കുന്ന സമയത്ത് ഒരു ഗ്ലോ വരുന്നുണ്ട്. ഇത് വൈറ്റ് ആണ്, ഒരു കളർ കാണിച്ചു തരാം, ബ്ലൂ. ഇതിതാ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ്. നല്ല ഇതിന് എന്താണ് സൺസെറ്റ് ലാമ്പ് എന്ന് പറയും, ഇൻഫ്ലുവൻസർ ലാമ്പ് എന്നൊക്കെ പറയും കേട്ടോ. സൺസെറ്റ് ലാമ്പ് ആണ് ഇത് സംഭവം. ഇത്രയും കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. ബ്ലൂ, ഗ്രീനും ബ്ലൂന്നും ഭയങ്കര ഒരു ഡാർക്ക് ഷെയ്ഡാണ്. എനിക്കിത് അത്ര വലിയ ഇഷ്ടമായില്ല. യെല്ലും വൈറ്റ് ഒക്കെ സൂപ്പറാണ്. റെഡ് ഇത് നമുക്ക് നല്ല ഹബീബി റീൽസ് ഒക്കെ എടുക്കുമ്പോൾ വെക്കാൻ പറ്റിയ ലൈറ്റിംഗ് ആണ്. ഫ്ലാഷ് ഉണ്ട്, സ്റ്റോർ ഫെയ്ഡ്, സ്മൂത്ത്, അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. ഡാർക്ക് ലൈറ്റ് ബ്ലൂ ആണത്, കണ്ണി കുത്തുന്നു. ഇത് ലൈറ്റ് ഗ്രീൻ. ഇത് ഒരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡാണ്. ഇത് റെഡാണ്. ഇത് റെഡും ഇത് ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡും ആണ്. നെക്സ്റ്റ് പേർപ്പിൾ ആണ്. പർപ്പിൾ കണ്ടോ, ഒരു പിങ്ക് പോലെ തോന്നുന്നുണ്ടല്ലേ, എനിക്കത് കണ്ണ് കാണുന്നില്ല. ഇതൊരു ലൈറ്റ്. പിന്നെ ഇതൊരു ഓറഞ്ച്, ഈ ഒരു ഓറഞ്ച് ആണ്. പിന്നെ ഇത് സെയിം, ഇതിനകത്ത് ഒരു ഇഞ്ച് ലൈറ്റ് പേർപ്പിൾ. പിന്നെ ബ്ലൂ, ഇത് കുറച്ചും കൂടി ഡാർക്ക് ബ്ലൂ ആവുന്നുണ്ട് അല്ലേ, ഒരു പീകോക്ക് ബ്ലൂ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കളറാണ്. ഇത് ഓറഞ്ച്, ഇതാണ് നമ്മൾ ഓറഞ്ച് കളറ്. പിന്നെ ഒരു പിങ്ക് ഉള്ളത്, ക്യൂട്ട് ബ്ലൂ കേട്ടോ. പീകോക്ക് ബ്ലൂവിൻ്റെ ഒന്നും കൂടി ഡാർക്ക് ആയിട്ട് വരും.
യെല്ലോ, എനിക്ക് യെല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിങ്ങനെ വെക്കുമ്പോ ഇത്രയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. വൈറ്റ് ആയിരുന്നു. വൈറ്റ് കണ്ടോ, നല്ലൊരു കളർ തരും. ഇത് ഞാനിപ്പോ അവിടെ ഇതാക്കിയോണ്ടാണ് അങ്ങനെ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇത് അടിപൊളി ഐറ്റാട്ടോ, മസ്റ്റ് നിങ്ങൾ ബൈ ആണ്. എന്താ വെച്ചാല് നല്ല നമുക്ക് എത്ര ഇരുട്ടത്താണെങ്കിലും നല്ല അടിപൊളിയിൽ നമുക്ക് നല്ല ലൈറ്റിങ് വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും കേട്ടാ. പിന്നെ ഉള്ളത് ഇതാണ്, ഇതിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ അത് പൊതുവെ ഇതിൽ വെച്ചിട്ട് എൻ്റെ റീൽസ് എടുക്കാറുള്ളത്. എങ്ങനെ വെച്ചാൽ ഇതിങ്ങനെ ഒരുവിധം എല്ലാവരും ആൾക്കാരുടെ അടുത്തും ഉണ്ടാവും. കുഞ്ഞു നീളൂട്ടോ, നല്ലോണം സെൽഫി സ്റ്റിക്ക് ഒക്കെ പോലെ. സെൽഫി സ്റ്റിക്കും ആക്കാം, നമുക്കത് ഒരു മിനി സ്റ്റാൻഡും ആക്കാം. നമുക്ക് ബാഗ്, ചെറിയ മിനി ബാഗിലൊക്കെ നമുക്ക് ഇത് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് വെക്കാനും പറ്റും. നമുക്കത് ഇത്രയും നീളം വരും. ഇതിങ്ങനെ ജസ്റ്റ് വെച്ച് ഫോണിൽ ഈ സ്റ്റാൻഡ് ആക്കിയിട്ട് നമുക്ക് എവിടെയെങ്കിലും വെച്ചാൽ നമുക്ക് നല്ല അടിപൊളിയിൽ എടുക്കാം കേട്ടോ. ഇത് സെൽഫി സ്റ്റിക്ക് ആക്കാന്ന് എങ്ങനെ വെച്ചാ ഇതിങ്ങനെ വെച്ചാൽ ആവൂല. അപ്പോൾ ഈ ഒരു സംഭവം ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് മതി. ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ നമുക്ക് വടി വെക്കാം. വല്ലതും തിരണേ. ഇതൊക്കെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ലൈറ്റാണ്. ആ ലൈറ്റും സൺസെറ്റ് ലാമ്പും ഇതൊക്കെ ഇതിങ്ങനെ നമുക്ക് ബാഗിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം കേട്ടോ. പിന്നെ ഇത് ഐഷുവിൻ്റെ 2 മോതിരാണ്. ഇതൊരു സെറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എവിടേക്കൊക്കെ ആണ്. എനിക്ക് 2 കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേന്നുള്ളൂ കേട്ടോ. ഇതിനൊക്കെ ലിങ്ക് ഉണ്ടാവും കേട്ടോ. ചെറിയ മക്കൾക്കൊക്കെ നല്ല എന്താ പറയാ റിങ്സ് ഒക്കെ ആയിട്ടിടാം. അല്ലേ, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നതും നിങ്ങൾക്ക് ഇഷ്ടമായതെന്നുണ്ടെങ്കിൽ അതെന്തായാലും ഓർഡർ ചെയ്തോട്ടോ. പിന്നെ നെയിൽസ്, എനിക്ക് ഇന്നിങ്ങനെ നെയിൽസ് ഒക്കെ വെക്കാൻ ഇഷ്ടമാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നഖമൊക്കെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ സ്നാപ്പിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഫോട്ടോസ് എടുത്ത് വെക്കാൻ എനിക്ക് കാണുമ്പോൾ എനിക്കതൊരു ഹാപ്പിനെസ് ആണ്. അപ്പോൾ അങ്ങനെ നെയിൽസ് ഉണ്ട്. കണ്ടോ, ഈ ഒരു ഡിസൈൻ വരുന്നതാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നെയിൽ ഷേപ്പ്നറും ഉണ്ട് കേട്ടോ. നല്ല ലൈറ്റാണ്, എനിക്ക് നല്ല ഇഷ്ടമായിട്ട്. അപ്പം നെയിൽസ് ആൻഡ് ഇത് ഐഷൂന് എൻ്റെ ബാബി വാങ്ങിക്കൊടുത്താണ്, എൻ്റെ ചത്ത വാങ്ങിക്കൊടുത്താണ്. യൂണിക്കോണിൻ്റെ ഇതൊക്കെ നല്ല ഐറ്റാണ്. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇതിൽ തന്നെ ഈ ഒരു സെറ്റിന് എത്ര 100 and something അങ്ങനെ എന്തോ ആണ്. പ്രൈസ് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. ആ സൺസെറ്റ് ലാമ്പിന് 246 അങ്ങനെ എന്തോ ആണ് കേട്ടോ. അങ്ങനെ എന്തോ ഉള്ളു പ്രൈസ് വരുന്നത്. അത്രയും കുറഞ്ഞ പൈസക്ക് ഇത്രയും അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം പറഞ്ഞാൽ ലാഭമാണ് ഗൈസ്, വാങ്ങിക്കോളി. ഈ ഒരു സെറ്റിൽ കിട്ടുന്ന ഈ ഒരു ഇറേസർ കിട്ടുന്നുണ്ട്, ആൻഡ് ഷാർപ്നർ കിട്ടുന്നുണ്ട്. ഒക്കെ പിങ്ക് യൂണിക്കോൺ തീമാണ്. അതേപോലെ തന്നെ ഒരു കളറും കിട്ടുന്നുണ്ട് കേട്ടോ. ഐഷുവിൻ്റെതാണ്. ആൻഡ് 2 പെൻസിലും വരുന്നുണ്ട് യൂണിക്കോണിൻ്റെ തീമിൽ. ഈ ഒരു സെറ്റ് ഉണ്ട്. ഇതും ചെറിയ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും. എന്താ വെച്ചാൽ യൂണിക്കോൺ തീം ചെറിയ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഒരു ടോപ്പ് കുർത്തിയാണ്. ഇതിൻ്റെ എത്താത്ത വാങ്ങി തന്നെ പ്രൈസ് കറക്റ്റായിട്ടല്ല. ഇതിന് 100 200 and something എന്തോ ആണ് കേട്ടോ വരുന്നത്. നല്ല അടിപൊളിയാണ്. എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ഹാൻഡ്സ് വർക്കാണ് കണ്ടോ.
ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഗൈസ്. കണ്ട, ഇങ്ങനെയാണ് ഈ കുർത്തി വരുന്നത്. ഇട്ടിട്ട് ഇൻസ്റ്റയിൽ വീഡിയോ ഉണ്ട് കേട്ടോ, അത് നിങ്ങൾ എന്തായാലും പോയിട്ട് കാണണം. ഇത് ഞാൻ വാങ്ങിയ സൈസ് സ്മോളാണ്. ഇത് പാകാണ്. കുറച്ച് ലൂസ് ഉണ്ടെങ്കിലും കുറച്ച് ലൂസ് ഉണ്ടാവുന്നത് നല്ലതാണ്. നെക്സ്റ്റ് ഇത് ഞാൻ വാങ്ങിയതാണ് ഗായ്സ്. ഇത് 200 സംതിങ് ആണ്. 24 പീസസ് വരുന്ന ഒരു മാർക്കേഴ്സ് ആണ് ഗായ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ കളറിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ വാങ്ങിയൊരു സംഭവമാണ്. പേസ്റ്റൽ കളേഴ്സ് ഉണ്ട്. പേസ്റ്റൽ കളേഴ്സ് എനിക്ക് കാണിച്ചു തരാം. ഇതൊക്കെ പേസ്റ്റലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലേ. പേസ്റ്റൽ ഓക്കെ. ഞാൻ ഇപ്പം എടുത്ത് കുറച്ച് പൂക്കിയാവുന്നുണ്ടോ എന്നൊക്കെയൊരു സംശയം ഇല്ലാണ്ടില്ല. ഓക്കെ, നമുക്കിതൊക്കെ ഒന്ന് കൂട്ടാം. ഇത് അടിപൊളിയായിട്ടോ. അങ്ങനെ ഡ്രോയിങ് വരയ്ക്കാൻ കളർ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ടാവല്ലോ, അവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ കാണുന്നത്. ഇതൊരു പൗച്ച് പോലെയാണ് വരുന്നത്. നെക്സ്റ്റ് ഒരു ബുക്കാണ്. ഇതിന് 100 and something എന്തോ ഉള്ളൂ. ഇങ്ങനത്തെ 2 പീസസ് അവൈലബിൾ ആണ്. ഒന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടാണ്, അതുകൊണ്ട് ഇതെടുത്തു. ഇത് ഞാൻ പകുതിയോടെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ ടൈപ്പായിട്ടോ. നമുക്ക് ഇതിൽ നിന്ന് ജേർണൽ വേണമെങ്കിൽ ചെയ്യാം, അതേപോലെ മംഗാല ആർട്ട് ചെയ്യാം, ഡൂഡിൽ ആർട്ട് ചെയ്യാം, അങ്ങനെ പലതും നമുക്ക് ചെയ്യാം. നമ്മൾ ഡയറി ആക്കി യൂസ് ചെയ്യാം. അങ്ങനത്തെ ചില യൂസ്ഫുൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഇങ്ങനത്തെ ഡൂഡിൽ ആർട്ട്, ഇത് ഡൂഡിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഡൂഡിൽ ആർട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ ബുക്കാണ്. കണ്ടോ, ഇത് ഒന്ന് ചെയ്തതാണ്. നോക്കുന്നത് കൊളയിക്കണേ. പിന്നെ നെക്സ്റ്റ് ഇതാണ് എൻ്റെ അമ്മക്ക് ഇഷ്ടമായെന്നാണ് പറഞ്ഞത്. ഇത് ഓലാണോ ഓലാണോ വാഴാണോ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഏലാണോ എന്തെങ്കിലും ആവട്ടെ ഗൈസ്. പിന്നെ ഇതൊരു ബോൾസ് ആണ്, ബബിൾ ബോൾസ്. ബിഗ് സൈസ് ഉണ്ട്, സ്മോൾ സൈസ് ഉണ്ട്, മീഡിയം സൈസ് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരൊന്ന് കമന്റ് ചെയ്യട്ടോ. നിങ്ങൾ ഇതിന്റെ പോലെയാണോ നമുക്ക് നോക്കാം. ഇത് ഞാൻ പകുതി എത്തിയിട്ടുണ്ട്. ഇപ്പൊ ചെയ്യാൻ മടിയാണ്. ഈ ബുക്കൊക്കെ വാങ്ങിക്കോളൂ ഗൈസ്, കിഡുമാണ്. നെക്സ്റ്റ് ഒരു ബാഗ്. ഇത് ആമസോണിൽ നിന്നാണ്. ഇതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് പറയാനില്ല ഗൈസ്. ഇത് ഇങ്ങനെ ആയിട്ടൊരു ബാഗ് വരുന്നുണ്ട്. ഇത് ഞാൻ പൊട്ടിച്ചല്ലോ. ഇവിടെ ഇങ്ങനെ സ്റ്റാമ്പ് പോലെ വരുന്നത്. നല്ല സ്ട്രോങ്. ഇത് ട്രിപ്പൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ചെറിയ ബാഗ് ആയതുകൊണ്ട് ഓളെ സെമിസ്റ്റർ ഒന്നും ഇത് കൊള്ളുന്നില്ല. അപ്പം നമ്മൾ വേറെത് വാങ്ങിച്ചു. ഗൈസ്, സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ ഉണ്ടാവും കേട്ടോ ഗൈസ്. എന്തായാലും അതൊക്കെ നിങ്ങളെ കാണിക്കണ്ടല്ലേ. ഇത് നല്ല സ്പേസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. കണ്ടോ, നമുക്കിത് വേണമെങ്കിൽ ഈ ഒരു സംഭവം നമുക്ക് ഹാൻഡ് ബാഗ് ആയിട്ടും ഇത് യൂസ് ആക്കാം. അതിനുള്ള സ്ട്രിപ്പാണ് ഇത്. കണ്ടോ, റെയിൻബോ കളറിൽ നല്ല പൂക്കിയാണ് ഗൈസ്. പൂക്കി പണ്ട് ഇഷ്ടാണ്. കണ്ടോ, അംഗനവാടിയിലൊക്കെ പോണ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും. ബിക്കോസ് റെയിൻബോ ആണ്. പെൺകുട്ടി കിട്ടുക, ആൺകുട്ടിക്ക് പിന്നെ മറ്റേ സ്പൈഡർമാന്
ബാറ്റ്മാന്, ഹൾക്ക് അങ്ങനത്തെ ആണല്ലോ ഇഷ്ടമുണ്ടാവുക, അതിനോട് ക്രേസ് ഉണ്ടാവാം. പെൺകുട്ടിക്ക് യൂണിക്കോൺ, ബാർബി അങ്ങനത്തെ ഒക്കെ ആണ്. ഇത് രണ്ടറ വരുന്നുണ്ട്, മുന്നിലും ഇതേപോലെ 2 സ്പേസസ് വരുന്നുണ്ട് കേട്ടാ. അപ്പം വേറെ 2-3 സാധനം ഇന്ത്യയില്, അത് ഞാൻ വേറെ സംഭവമാണ്. ബാഗാണ് എന്റെ ഫേവറേറ്റ് പ്ലേസ് ആണ്. ഈ ടാബ് കാണുകയാണെങ്കിലും ഫോൺ കാണുകയാണെങ്കിലും എന്തെങ്കിലും കഴിക്കുകയാണെങ്കിലും ഒക്കെ ഞാൻ ഈ ഒരു സ്പേസില് ഇവിടെ ഇങ്ങനെ വന്നിരിക്കും. എന്നിട്ട് കൈ ഇങ്ങോട്ടേക്ക് വെക്കും, ടാബ് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കാണും. തിന്നാൻ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ വെച്ചിട്ട്, അത്രയേ ഉള്ളൂ. ഇതെന്റെ ഫേവറേറ്റ് പ്ലേസ് ആണ്. വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒക്കെ എന്റെ ഫേവറേറ്റ് പ്ലേസ് ആണ്. ഗൈസ്, ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പൊ താഴത്തെ ലിങ്ക് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒന്നും കൂടി യൂസ്ഫുൾ ആയിട്ടോ ഇഷ്ടമായതോ ഏതാണെന്നുണ്ടെങ്കിൽ താഴത്തെ ലിങ്കിൽ കയറി ഒന്ന് എന്തായാലും ബൈ ചെയ്യുക. അടിപൊളി ഐറ്റംസ് ആണ്. എനിക്ക് കുറേ പേരിന്റെ ഹോം ടൂർ, ഡേ മൈ ലൈഫ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഹോം ടൂർ ഒക്കെ എടുക്കുന്നതായിരിക്കും കേട്ടോ. ഹോം ടൂർ നമ്മൾ കുറെ പറയുന്നു. ഇപ്പം നമുക്ക് എടുക്കാം, എന്തായാലും ഹോം ടൂർ എടുക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും നമ്മൾ ഹോം ടൂർ എടുക്കും കേട്ടോ. എനിക്ക് ഹോം ടൂർ ആയതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ കഴിയില്ല, എന്തായാലും ഉമ്മ വേണം. അപ്പൊ നമുക്കിപ്പോ കുറച്ച് തിരക്കായോണ്ട് ഉമ്മ പറഞ്ഞ് ഫ്രീ ആവുമ്പോ എടുത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനിയും ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസ് ആണെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാട്ടോ. ടാറ്റാ.